ആദ്യത്തവരാണ്, നിങ്ങളെ കാണാനാണ് ഞാൻ. ഇതൊന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷെ വന്നിരിക്കുന്നത് നിങ്ങളുടെ ഒപ്പം എൻ്റെ സൗഹാർദ്ദം പ്രഖ്യാപിക്കാൻ മാത്രമല്ല, ഈ വിഷയത്തെക്കുറിച്ച് രണ്ട് വാക്കും പറയാനാണ്. നമുക്കറിയാം, അച്ഛൻ പറഞ്ഞ പോലെ മനുഷ്യാവകാശം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. മനുഷ്യന്മാർ നിങ്ങളെല്ലാവരും, നിങ്ങളും നിങ്ങളുടെ മറ്റ് തലമുറയും കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച് സമ്പാദിച്ച് അല്ലെങ്കിൽ കടമെടുത്തിട്ട് മേടിച്ച് ഭൂമിയിൽ നിങ്ങൾ താമസിച്ച 2-3 തലമുറയായി താമസിച്ച ഒരു ഭൂമിയെ പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം, ഒരു ക്ലെയിം വരുമ്പോൾ അത് മനുഷ്യ അവകാശത്തിന് വിരുദ്ധമാണെന്നൊരു സംശയമില്ല. നമുക്കറിയാം, ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ പല വിധത്തിലും നമുക്കറിയാം തർക്കങ്ങളുണ്ടാവുക, ഫാക്ട് എന്താണ് സ്ഥാപിക്കാനുള്ള തർക്കമുണ്ടാവുക, ഏത് എഴുത്തിൻ്റെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, എപ്പോഴാണ് ഈ ഭൂമി ആർക്ക് കൊടുത്തത്, ആരുടെ അവകാശമെന്നും ഇതൊക്കെ നമ്മളുടെ ചിന്തയല്ല. കാരണം ശരിക്കും പറയുകയാണെങ്കിൽ അതൊക്കെ വേറെ ആൾക്കാരെ നോക്കാനുണ്ട്, വേറെ സ്ഥാപനങ്ങൾ നോക്കാനുണ്ട്. പക്ഷേ അവർ ഏത് രീതിയിലും ഇത് നോക്കിയാലും അവസാനത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ളത് മനുഷ്യന്മാരുടെ ആവശ്യമാണ്. നിങ്ങളൊക്കെ ഈ ഭൂമിയിൽ താമസിക്കുന്ന നിങ്ങളുടെ വീടാണ്, നിങ്ങൾ കുറേ കാലമായി താമസിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ അവകാശത്തിന് വേണ്ടി നിൽക്കാൻ നമ്മൾ എല്ലാവരും നിൽക്കണം, നമ്മളൊരു കടമയാണ്. നിങ്ങളെ ഒരിക്കലും ഈ ഭൂമിയിൽ നിന്ന് മാറ്റാൻ സാധിക്കില്ല എന്ന് എനിക്കൊരു സംശയവുമില്ല. ഇത് നിങ്ങളുടെ നാടിനെയാണ്, നിങ്ങളുടെ സ്ഥലം തന്നെയാണ്. ഇതിൻ്റെ എങ്ങനെയാണ് ശരിയാക്കുകയെന്ന് അത് സർക്കാരിൻ്റെ ഒരു ചിന്തയാണ്. അത് ഞങ്ങളുടെ ഉപദേശം ചോദിച്ചാൽ ഞങ്ങൾ എല്ലാവരും ഉപദേശം തരാൻ കൊടുക്കാൻ തയ്യാറായിരിക്കും. പക്ഷേ സർക്കാരും കോടതികളും അവർ ഭാഗം ചെയ്യട്ടെ. അവസാനത്തെ റിസൾട്ട് നിങ്ങൾക്ക് ന്യായത്തോടെയും നിയമത്തിനകത്തും നിങ്ങളുടെ ഭൂമിയിൽ താമസിക്കാനുള്ള അവകാശം കിട്ടണം. അത് സ്പഷ്ടമാണ്, അതിനെക്കുറിച്ചൊരു സംശയവും വേണ്ട. ഞാൻ അതിനെക്കാട്ട് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഈ സമയത്ത്. എനിക്കറിയാം ചിലവർ ഞാൻ പാർലമെൻറ്റിലുള്ള കാരണം വല്ല JPCയിൽ സംഭവിക്കുന്ന ഒരു വിഷയമുണ്ടോ എന്ന് വിചാരിച്ചിട്ടുണ്ടാകും. പക്ഷേ അവിടെ ചർച്ച ചെയ്യുന്നത് 2 കാര്യം. ഒന്ന്, ആ ചർച്ച നീട്ടിക്കൊണ്ട് പോകുന്നുണ്ട്, ഇത്ര വേഗം തീരുമാനം വരാൻ പോകുന്നില്ല. രണ്ടാമത്തത്, ആ JPC കൊടുക്കുന്ന ഉപദേശം വരാൻ പോകുന്ന ഒരു ബില്ലിനെ കുറിച്ചാണ്. ആ ബിൽ പാസ്സാക്കിയാൽ കൂടി നിയമപ്രകാരം ഏത് ബില്ലിനും റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഇല്ല. പണ്ടത്തെ തർക്കങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ നിയമം ആപ്ലിക്കബിൾ അല്ല. നാളെ വരാമെന്ന് തിരക്കി ബില്ല് ഒരു ലോ ആയ ശേഷം അത് കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന തർക്കത്തിന് മാത്രമേ ബാധിക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ വിഷയത്തിനെ ഇപ്പം തന്നെ ഇപ്പോഴത്തെ അടിസ്ഥാനത്തിലുള്ള ഫാക്ട്സും ഫിഗേഴ്സും ഡേറ്റ്സും ലോയും വെച്ചിട്ടാണ് മാറ്റേണ്ടത്. അതിനെക്കുറിച്ച് വേറെ ആരെയും കാത്തിരിക്കാൻ ആവശ്യമില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഇതിൽ സർക്കാരും ജുഡീഷ്യറിയും മുൻകൈ എടുത്തിട്ട് വേഗം സെറ്റിൽ ചെയ്യണം. നിങ്ങളുടെ ഈ 96 ദിവസം നിരാഹാരമായിരുന്നാൽ എനിക്ക് വലിയ ദുഃഖമുണ്ട്. എന്തൊക്കെ ബുദ്ധിമുട്ടാണ് നിങ്ങൾ അനുഭവിക്കുന്നത് നിങ്ങളുടെ സ്വന്തം അവകാശത്തിന് വേണ്ടി. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഇനിയും 3-4 ദിവസത്തിൽ വലിയൊരു ആൾക്കൂട്ടം ഉണ്ടാവട്ടെ. പക്ഷെ എല്ലാവരുടെയും ആ സാന്നിധ്യവും ആ സൗഹാർദ്ദവും മാത്രം പോരാ. നിങ്ങൾക്ക് നിങ്ങളുടെ അവകാശത്തിന് ഒരു അംഗീകാരം കിട്ടണം. അത് നിങ്ങൾ സമ്മതിക്കുന്നു. അതിന് വേണ്ടിയിട്ട് എന്തായാലും എൻ്റെ സൈഡിൽ നിന്ന് ഒരു ബുദ്ധിമുട്ടും കാണുന്നില്ല. ഞാൻ പല നമ്മളുടെ മുസ്ലിം ലീഗിൻ്റെ സുഹൃത്തുക്കളോട് സംസാരിച്ചപ്പോൾ അവരിന്ന് സമ്മതിക്കുന്നു ന്യായം നിങ്ങളുടെ ഒപ്പം തന്നെ ആയിരിക്കണമെന്ന്. അപ്പോൾ എല്ലാവരും നോക്കുമ്പോൾ ഇതൊരു 2 സമുദായത്തിൻ്റെ ഇടയിലൊരു തർക്കമായിട്ട് വരരുത്. നമ്മളെപ്പോഴും കാണണം, ഇത് ചില അപകടങ്ങൾ അഥവാ നിയമത്തിൻ്റെ പേരിലോ റൂൾസിൻ്റെ പേരിലോ കടലാസിൻ്റെ പേരിലോ വല്ലവരും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റി തരണം. അതാണ് ഇപ്പോൾ അവകാശത്തിലിരിക്കുന്ന, അധികാരത്തിലിരിക്കുന്ന സർക്കാരിൻ്റെയും ജുഡീഷ്യറിയും ഉത്തരവാദിത്വം. നിങ്ങളെല്ലാവർക്കും ഇവിടെ ജീവിക്കണം. പക്ഷെ ഇത് മനുഷ്യാവകാശത്തിൻ്റെ ഒരു പ്രശ്നമാണ്. എൻ്റെ അഭിപ്രായത്തിൽ മതത്തിൻ്റെയോ ഒരു സമുദായത്തിനെ മാത്രമായി കാണണ്ട. നമ്മളെല്ലാവരും എല്ലാ മതത്തിൻ്റെ നല്ല ആയിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന മനുഷ്യന്മാർക്ക് വേറെ ഒരു സ്റ്റാൻഡും എടുക്കാൻ സാധിക്കും. നിങ്ങളുടെ ഒപ്പം തന്നെ ആയിരിക്കും. നിങ്ങളുടെ അവകാശം, നിങ്ങളുടെ ഭൂമിയും നിങ്ങളുടെ ജീവിതത്തിനെ ബാധിക്കാത്ത രീതിയിൽ ഒരു പരിഹാരം കണ്ടുപിടിക്കണം. ഇത് മാത്രമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ സാന്നിധ്യമാണ് എൻ്റെ സന്ദേശം. നിങ്ങളുടെ എത്ര വലിയൊരു മഹാൻ വ്യക്തി പറഞ്ഞ പോലെ നിങ്ങളെ വന്നു, നിങ്ങളെ കണ്ടു, ഇത് മാത്രം പറയാനും സൗഹാർദ്ദം പറയാനാണ് എത്തിയിരിക്കുന്നത്. ഒരിക്കലും കൂടി ഇനി നിങ്ങളുടെ 100-ാം ദിനം വരികയാണ്. ഒരു ദിവസം നിങ്ങൾക്ക് ന്യായം കിട്ടും. അത് ഇനിയും കൂടുതൽ നീട്ടിപ്പോണ്ടാന്ന് മാത്രമാണ് എൻ്റെയും പ്രാർത്ഥന. എല്ലാവർക്കും അത് മാത്രം പറഞ്ഞിട്ട് ചെറിയൊരു പുതുവർഷ ആശംസയും കൂടി പറഞ്ഞിട്ട് ഈ വർഷത്തിൽ ഇതെല്ലാം ഫൈനലി സെറ്റിൽഡ് ആവട്ടെ എന്ന് കൂടി പ്രാർത്ഥിച്ചിട്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കട്ടെ. താങ്ക് യു. നന്ദി, നമസ്കാരം. ചേട്ടൻ
പ്രിയമുള്ള ഞങ്ങളുടെ ഇടവകാരി